നമ്മളുടെ എല്ലുകൾ സംബന്ധമായിട്ടുള്ള അസുഖാവസ്ഥകളിൽ, അതായത് എല്ല് പൊട്ടുക അല്ലെങ്കിൽ പെയിൻ വരെ, ഇപ്പൊ നിങ്ങൾക്ക് കഴുത്ത് വേദന ഉണ്ടെങ്കിലോ നടുവേദന ഉണ്ടെങ്കിലോ പുറം വേദന ഉണ്ടെങ്കിലോ കൈവേദന ഉണ്ടെങ്കിലോ ഒക്കെ ആദ്യം ഡോക്ടർക്ക് പ്രിഫർ ചെയ്യുക എക്സ്റേസ് ആണ്. അതേപോലെ തന്നെ പല്ലിന്റെ ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡാണ് എക്സ്റേസ് എന്ന് പറഞ്ഞത്. പല്ലിന് മെയിൻ ആയിട്ട് നമ്മൾ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് IOPA എക്സ്റേ എന്ന് പറയും. അതായത് നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും, ചെറിയ എക്സ്റേ ഫിലിംസ് ആണ് IOPA എക്സ്റേ. ചെറുതാണ്, നമ്മുടെ വിരലിന് രണ്ട് കൈകളിലെ വിരലുകളുടെ ഉള്ളിൽ പിടിക്കാനേ അതിന് വലുപ്പമുള്ളൂ. ഇപ്പം അത് അഡ്വാൻസ്ഡ് ആയിട്ട് RVG എന്നുള്ള കണ്ടീഷനിലുണ്ട്. അത് ഡിജിറ്റൽ എക്സ്റേ ആണ്. പിന്നെ ഉള്ളതാണ് ഓർത്തോ പാൻഡമോഗ്രാം, അതായത് OPG എക്സ്റേസ് എന്ന് പറയും. OPG എക്സ്റേ എന്ന് പറയുന്നത് നമുക്ക് RVGയില് അല്ലെങ്കിൽ IOPA എക്സ്റേയില് നമുക്ക് 3 പല്ലുകളൊക്കെ ഇതിലെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ കഴിയും. മെയിൻലി ഒരു പല്ല്, നടുക്കുള്ള പല്ലിന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാലും ഒരു 3 പല്ലിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം മനസ്സിലാവും. പക്ഷെ നമുക്ക് എന്തെങ്കിലും വായയുടെ കണ്ടീഷൻസ് അറിയണമെങ്കിൽ, നമ്മുടെ ജോയിന്റിന്റെ അവസ്ഥ അറിയണമെങ്കിൽ, നമ്മുടെ നോസിന്റെ കണ്ടീഷൻസ് അറിയണമെങ്കിൽ, നമ്മുടെ സൈനസിന്റെ കണ്ടീഷൻസ് അറിയണമെങ്കിൽ, നമ്മുടെ താടിയെല്ലിന്റെ കണ്ടീഷൻസ് അറിയണമെങ്കിൽ, എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ, അതേപോലെ തന്നെ ജോയിന്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതെല്ലാം കംപ്ലീറ്റ്ലി അറിയാൻ വേണ്ടിയിട്ടാണ് OPG എന്നുള്ള എക്സ്റേസ് യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ എല്ലാ പല്ലുകളെയും കാണാം. നമ്മളുടെ ലാസ്റ്റ് വരുന്ന വിക്ടം ടൂത്തിന്റെ എറക്ഷൻ എങ്ങനെയാണ് എന്നൊക്കെ കാണാം. ഇപ്പൊ കണ്ടീഷൻസിലാണ് എക്സ്റേസ് നമ്മൾ അഡ്വൈസ് ചെയ്യുക. വീട്ടിൽ നിങ്ങൾ പല്ല് വേദന എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ എക്സ്റേസ് പറയും. ആ ഒരു പല്ലിന്റെ മനസ്സിലാക്കാൻ നമ്മളെ ചെറിയ എക്സ്റേ ആണ്, RVG എക്സ്റേസ് ആണ് പ്രിഫർ ചെയ്യാറ്. RVG പ്രിഫർ ചെയ്യുന്ന ഡിജിറ്റൽ എക്സ്റേസ് ആണ്. റേഡിയേഷൻസ് വളരെ കുറവാണ്. കൂടുതൽ ക്ലാരിറ്റിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഉള്ളതാണ് OPG എന്ന് പറയുന്നത്. OPG എപ്പോഴൊക്കെയാണ് നമ്മൾ പറയാ? RVGയും OPGയും നമ്മൾ മോണരോഗത്തിന്റെ കേസിലും പറയാറുണ്ട്. ഡെന്റൽ കാരീസ് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും സ്മോൾ എക്സ്റേസ് ആണ്. പിന്നെ ജോയിന്റ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ കുട്ടികളിൽ പല്ലുകൾ വരാന് വൈകുന്ന കുട്ടികൾ, അതായത് ഒരു പല്ല് വന്നു, അത് അടുത്ത പല്ല് വരുന്നില്ല, കുറെ നാളായിട്ട് പറിച്ചിട്ട് വന്നില്ല, ഇങ്ങനത്തെ ഒക്കെ കണ്ടീഷനിൽ ഉള്ളിലുള്ള പല്ലുകൾ എത്രത്തോളം വരുന്നുണ്ട്, ഏതൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇനി വരാറുണ്ടെന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ള നമ്മൾ ഓർത്തോ ട്രീറ്റ്മെന്റ്, അതായത് പല്ല് കമ്പി ഇടുന്ന അലൈനേഴ്സ് ഇടുന്ന ട്രീറ്റ്മെന്റുകൾക്ക് മുന്നേ നമ്മൾ ഈ പറഞ്ഞ OPG എടുക്കാറുണ്ട്. പിന്നെയോ വിസ്ഡം ടൂത്ത്, അതിന്റെ എറക്ഷൻ നേരെ അല്ലാതെ കീറി എടുക്കുന്ന സാഹചര്യം, സർജിക്കൽ റിമൂവൽ ഒക്കെ വരുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ OPGs എടുക്കാറുണ്ട്. മോണരോഗം ഡിറ്റക്ട് ചെയ്യാനും OPG നല്ലതാണ്.